ധനവാന്റെയും ലാസറിന്റെയും കഥ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. ആ കഥയുടെ പുതിയ ആവിഷ്കരണമാണ് ഈ നാടകം. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്റെ ജ്യേഷ്ഠനാണ്. എന്റെ ജ്യേഷ്ഠനെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടായിരിക്കും. എന്റെ ജ്യേഷ്ഠനായതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. ഈ നാടകത്തിന്റെ ധനവാന്റെ ഭാഗം അഭിനയിക്കുന്നതിന് വേണ്ടി എന്റെ ജ്യേഷ്ഠനെ ഞാൻ വിളിച്ചുകൊള്ളുന്നു. തന്റെ പ്രസംഗം കേൾക്കാനല്ലേ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. വേഗം നാടകം തുടങ്ങാൻ നോക്ക്. ക്ഷമിക്കണം സുഹൃത്തെ, ഞാൻ നാടകത്തിന്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കുകയായിരുന്നു. കഥയറിയാതെ ആട്ടം കണ്ടിട്ട് എന്താ ഫലം? അതുകൊണ്ട് ഞാൻ കഥാസന്ദർഭം ഒന്ന് പറയട്ടെ. ഒന്ന് വേഗം പറഞ്ഞു തൊലക്ക്. ഇതാ ഞങ്ങൾ ആരംഭിക്കട്ടെ. ധനവാനും ലാസറും. ധനവാന്റെ കൊട്ടാരം. വിലയേറിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് ആനന്ദ സാഗരത്തിൽ ആറാടിക്കഴിഞ്ഞിരുന്ന ഒരു ധനവാനായിരുന്നു എന്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിന്റെ കൊട്ടാര സാദൃശ്യമായ വീടിന്റെ പടിക്കൽ ദരിദ്രനായ ഒരുവൻ കിടന്നിരുന്നു. അവന്റെ പേരായിരുന്നു ലാസർ. ആർക്കും അറുപ്പും വെറുപ്പും തോന്നിയിരുന്ന ഒരു കുഷ്ഠരോഗിയായിരുന്നു അവൻ. നായ്ക്കൾ അവന്റെ വ്രണങ്ങളിൽ നക്കുന്നതും ഈച്ചയും പുഴുക്കളും അവന്റെ ശരീരത്തിലൂടെ പരന്നു നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും വൃത്തികെട്ട ആ മനുഷ്യനെ നിങ്ങൾ ആരെങ്കിലും സ്വന്തം വീട്ടുപടിക്കൽ കിടക്കാൻ സമ്മതിക്കുമോ? നിങ്ങൾ അവനെ കല്ലെറിഞ്ഞ് ഓടിക്കുമെന്ന് തീർച്ചയാണ്. എന്നാൽ എന്റെ ജ്യേഷ്ഠൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അനിഷ്ടകരമായ ഒരു വാക്കുപോലും അവനോട് പറഞ്ഞില്ല. ഇയാളുടെ ജ്യേഷ്ഠൻ ചെയ്ത ഒരു വീരകൃത്യം. ദയവായി നിശബ്ദ പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എങ്കിലേ നാടകം മുൻപോട്ട് പോകാൻ പറ്റൂ. ശരി, ആയിക്കോട്ടെ. ഒരു ദിവസം ആ ദരിദ്ര ലാസർ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടുപടിക്കൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. മാലാഖമാർ വന്ന് അബ്രാഹത്തിന്റെ മടിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഏറെ നാൾ കഴിയും മുമ്പ് എന്റെ ജ്യേഷ്ഠനും ഇഹലോകവാസം വെടിഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഒരു മാലാഖ പോലും വന്നില്ല. ദുഷ്ടാരൂപികൾ എന്റെ സഹോദരനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിന് തക്കത്ത എന്ത് കുറ്റമാണ് എന്റെ ജ്യേഷ്ഠൻ ചെയ്തത്? എന്റെ ജ്യേഷ്ഠൻ ചെയ്തത് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ജ്യേഷ്ഠൻ ഇന്ന് നരകയാതന അനുഭവിക്കുകയാണ്. ആ രംഗം നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ധനവാൻ നരകത്തിൽ നരകയാതന അനുഭവിക്കുന്നു. ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ ബംഗ്ലാവിന് മുന്നിൽ ഭിക്ഷ യാചിച്ചു കിടന്ന കുഷ്ഠരോഗിയായ ലാസറല്ലേ പിതാവായ അബ്രാഹത്തിന്റെ മടിയിൽ ഇരിക്കുന്നത്? ഇവിടെ ഞാൻ യാതന അനുഭവിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഈ യാതന അനുഭവിക്കാൻ തക്ക എന്തു തെറ്റാണ് ഞാൻ ചെയ്തത്? ഞാൻ സിനഗോഗ് പണിയിപ്പിച്ചു തന്നില്ലേ? ദശാംശം നൽകുന്നതിൽ ഞാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ആരാധനയിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടോ? തിരുവചനം വായിച്ച് ധ്യാനിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
എന്നിട്ടും എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിതാവേ. ഹേ മനുഷ്യ, നീ ദൈവത്തിന്റെ നീതിയെ ചോദ്യം ചെയ്യുന്നു. ദരിദ്രനും കുഷ്ഠരോഗിയുമായതിന്റെ പേരിൽ ലാസറിനെ നീ പൊതുരംഗത്ത് നിന്നെല്ലാം അകറ്റി നിർത്തിയില്ലേ? സമ്പത്തും സൗന്ദര്യവും ഇല്ലാത്തതിന്റെ പേരിൽ നീ അവനെ അവഗണനയുടെ പടുകുഴിയിൽ തള്ളിയില്ലേ? എന്റെ വീട്ടുപടിക്കൽ കിടക്കാനെങ്കിലും ഞാൻ അവനെ അനുവദിച്ചില്ലേ? അനിഷ്ടകരമായി എന്തെങ്കിലും ഞാൻ അവനോട് പ്രവർത്തിച്ചിട്ടുണ്ടോ? നിന്റെ പത്തായപ്പുരം നിറഞ്ഞു കവിഞ്ഞപ്പോൾ, ഏറെ നാൾ തിന്നാനും കുടിക്കുവാനുമുള്ള സുരക്ഷിതത്വം കണ്ടെത്തിയപ്പോൾ നീ ലാസറിനെ മറന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണമേശക്കരികെ നീ വിശപ്പന്വേഷിച്ചിരുന്നപ്പോൾ ലാസർ വിശന്ന് പൊരിയുകയായിരുന്നു. തെരുവു നായ്ക്കളുമായി എച്ചിൽ കൂമ്പാരങ്ങൾക്കിടയിൽ അവൻ പൊരുതുകയായിരുന്നു. പിതാവേ, എന്നോട് കരുണ കാണിക്കൂ. വിശപ്പ് എന്താണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ദാഹം കൊണ്ട് എന്റെ തൊണ്ടയും നാവും വരണ്ടിരിക്കുന്നു. എനിക്ക് അല്പം ദാഹജലം തരൂ. ഒരു തുള്ളി ദാഹജലത്തിനു വേണ്ടി വക്കുപോയ അലൂമിനിയ പാത്രമായി ലാസർ നിന്റെ വീട്ടുപടിക്കൽ കാത്തുനിന്നപ്പോൾ നീ അവനെ കണ്ടതായി പോലും ഭാവിച്ചില്ല. സാധുക്കളായ രോഗികളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നീ പണിതുയർത്തിയ ആതുരാലയത്തിനു മുൻപിൽ വ്രണങ്ങൾ നിറഞ്ഞ ശരീരവുമായി ലാസർ നിന്നപ്പോൾ നീ അവനെ തിരിഞ്ഞു നോക്കിയില്ല. കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ നിന്റെ പഴയ കുപ്പായം പോലും അവന് നീ കൊടുത്തില്ല. ബസ് സ്റ്റാൻഡിലും പീഡികത്തിണ്ണയിലും അന്തിയുറങ്ങേണ്ടി വന്ന ലാസറിന് നിന്റെ കാർ ഷെഡിൽ പോലും അഭയം നൽകിയില്ല. വയ്യ, ഇനിയൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. എന്നെ രക്ഷിക്കൂ. നീയും നിന്റെ പിൻതലമുറകളും ഇത് കേൾക്കണം, കേട്ടേ മതിയാകൂ. ലാസർ പട്ടിണി കിടന്നപ്പോൾ ആഡംബരത്തിനും അമിത ആകാരത്തിനും സുഖജീവിതത്തിനും വേണ്ടി നീ UK-യിൽ വന്ന് പണം ദൂർത്തടിക്കുകയല്ലായിരുന്നു. ഈ പ്രപഞ്ചവും അതിലെ സകല വിഭവങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പിതാവേ, ദുസ്സഹമായ ഈ വേദനയിൽ നിന്ന് എനിക്ക് മോചനം തരൂ. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും ആ ലാസറിനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കും. സാധ്യമല്ല മകനെ, സാധ്യമല്ല. ഇവിടെ നിന്ന് ആർക്കെങ്കിലും അങ്ങോട്ട് വരാനോ അവിടെ നിന്ന് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാനോ സാധ്യമല്ല. നമുക്കിടയിൽ ഒരു വലിയ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിൽ എന്റെ പിതൃഭവനത്തിലേക്ക് ലാസറിനെ ഒന്ന് പറഞ്ഞയക്കൂ. അവിടെ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ പീഡന സ്ഥലത്ത് വന്നു ചേരാതിരിക്കാൻ ലാസർ പോയി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കട്ടെ. അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്. എന്നാലും മരിച്ചവരിൽ നിന്നൊരാൾ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായും വിശ്വസിക്കും. അപ്പോൾ അവർ അനുദപിക്കും. അങ്ങനെ എന്റെ സഹോദരന്മാരെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടട്ടെ. അതൊന്നും സാധ്യമല്ല. മോശയെയും പ്രവാചകന്മാരെയും അനുസരിക്കാത്തവർ മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാലും അനുസരിക്കുകയില്ല. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ വിധി. നിനക്കിനി ഒന്നും ചെയ്യുവാനില്ല. നന്മ ചെയ്യുവാനുള്ള അവസരങ്ങളെല്ലാം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അയ്യോ, വയ്യ വയ്യ. ഈ കഷ്ടതയിൽ നിന്ന് എനിക്ക് മോചനം തരൂ, മോചനം തരൂ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു പുതിയ തീരുമാനമെടുത്തു. എന്താണാവോ തന്റെ പുതിയ തീരുമാനം? സുഹൃത്തുക്കളെ, നമുക്ക് പണമുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റുള്ളവരെ മറക്കുന്നു. നമ്മുടെ കൂടെയുള്ളവരെയും ദരിദ്രരായവരെയും മറന്ന് നമ്മുടെ സുഖലോലങ്ങളിലേക്ക് മുഴുകുകയാണ്. 1000 ലാസർമാരുള്ള നാട്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെയെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും പള്ളിയിൽ പോകുന്നു, ആരാധനകൾ അർപ്പിക്കുന്നു, നേർച്ച കാഴ്ചകൾ വയ്ക്കുന്നു. പക്ഷേ ധനവാനും ഇത് തന്നെ ചെയ്തിരുന്നു. ധനവാൻ ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ലാസറിനെ അംഗീകരിക്കാത്തത്, അവന് ഭക്ഷണം നൽകാത്തത്. നിങ്ങളും ചെയ്യുന്നുണ്ടോ ഈ തെറ്റും? നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇത് തന്നെയാണ്. ധനവാൻ എന്ത് സംഭവിച്ചോ അത് തന്നെ നിങ്ങൾക്കും വന്നിരിക്കും. നോക്കൂ, ലാസർ ഇന്ന് സ്വർഗത്തിൽ മുന്തിരിങ്ങായും വൈനും കുടിച്ച് അവന്റെ ജീവിതം സന്തോഷിക്കുകയാണ്. ധനവാന്റെ ജീവിതമോ ഇവിടെ കാണൂ.
നോക്കൂ, ഭൂമിയിൽ സന്തോഷിച്ച ധനവാനിത സ്വർഗത്തിൽ ലാസർ സന്തോഷിക്കുന്നത് കണ്ട് നോക്കുക അവന്റെ ഒരു അവസ്ഥ. പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഇന്ന് തീരുമാനമെടുക്കാം. നമ്മുടെയും തിരുനാളിന്റെയും നമ്മുടെ പള്ളിയിൽ പോകുന്നതിന്റെയും നമ്മുടെ ഒരു മെസ്സേജ് ആയിട്ട് ഇത് നമുക്ക് കാണാം. എന്റെ ജ്യേഷ്ഠനെ പോലെ സുഖലോലവകളിലും ആഡംബര ജീവിതവും നയിക്കാതെ ദരിദ്രരെ സഹായിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും നമുക്കും ഇന്നൊരു തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കും ധനവാന്റെ അവസ്ഥ